اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള 1,00,000-ൽ പരം പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഘട്ടത്തിൽ അവരോടൊരു കരാറ് നടത്തിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ കരാറിൽ എന്തായിരുന്നു ആ കരാറ്? ആലു ഇമ്രാൻ സൂറത്തിന്റെ 81-ാമത്തെ ആയത്തിൽ വിശാലമായിട്ട് അതിന്റെ ആശയങ്ങളും അതിന്റെ വിഷയങ്ങളൊക്കെ പറയുന്നു. ഓരോ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുണ്ട്, ഇനി പിൽക്കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നൊരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ നബുവത്ത് നൽകി, നിങ്ങളെ കാലത്തെങ്ങാനും ആ പ്രവാചകൻ വരികയാണെങ്കിൽ ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും വേണം. നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന് സമ്മതിക്കുന്നുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നൊരു പ്രവാചകൻ ഇവിടെ വരികയാണെങ്കിൽ ആ പ്രവാചകനെ അംഗീകരിക്കാനും സഹായിക്കാനും നിങ്ങൾ തയ്യാറാണോ എന്ന് എല്ലാ പ്രവാചകന്മാരോടും ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ഖാലു വഖറന്ന, ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എങ്കിൽ നിങ്ങളെ ഈ സമ്മതത്തിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ജവാഹിറുൽ ബിഹാർ ഫി ഫളാഇൽ നബിയിൽ മുഖ്താർ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഈ ലോകത്തേക്ക് സംവിധാനിച്ചപ്പോ ആദം നബി ഒറ്റക്കാണ്, വേറെ ആരുമില്ല, മുണ്ടിപ്പറയാനൊന്നും ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ സംവിധാനിച്ച് മലായിക്കത്ത് മാത്രമാണ് ഒരു കമ്പനി ഉള്ളത്. എപ്പോ നോക്കുമ്പോഴും മലായിക്കത്ത് കാണാൻ ആദം നബി അലൈഹി സ്വലാമിന്റെ പിറകിൽ ഇങ്ങനെ നിൽക്കും. അപ്പോ മലായിക്കത്തിനോട് ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്റെ പിറകിൽ വന്ന് നിൽക്കുന്നത്? ഒരഭിപ്രായ പ്രകാരം അല്ലാഹു തആലയോട് ആദം നബി ചോദിച്ചു, അല്ല അല്ലാഹുവേ, എന്താ ഈ മലായിക്കത്തുകളൊക്കെ എന്റെ പിന്നില്? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ മുതുകില് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ നൂറാനിയത്ത് നിങ്ങളെ മുതുകത്തുണ്ട്, അതവർ ആസ്വദിക്കണം. അപ്പോ ആദം നബി പറഞ്ഞു, എങ്കിൽ അല്ലാഹുവേ, ആ നൂറാനിയത്ത് എന്റെ നെറ്റിത്തടത്തിലേക്ക് നീ കൊണ്ടാ നാ മലായിക്കത്തിന്റെ മുമ്പിലുണ്ടാവൂലേ? അല്ലാഹു തആല ആ നൂറാനിയത്ത് എടുത്തിട്ട് ആദം നബിന്റെ നെറ്റിത്തടത്തിലേക്ക് കൊടുത്ത്. ആ സമയത്ത് മലായിക്കത്ത് എപ്പോഴും ആദം നബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദം നബിക്ക് മനസ്സിലായി, എന്തോ ഒരു നയന മനോഹരമായ കൺകുളിർക്കുന്ന ഒരു കാഴ്ചയാണ് ആര് കാണുന്നത്? മലായിക്കത്ത് കാണുന്നത്. അള്ളാഹുവിനോട് ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവേ, എന്റെ നെറ്റിയിലിരിക്കുന്ന ഈ നൂറാനിയത്ത് എനിക്ക് മാത്രം കാണുന്നില്ല, എനിക്ക് കാണുന്നൊരവസ്ഥയിൽ നീ എന്റെ ചൂണ്ടുവിരലിലേക്ക് നീ അത് കൊണ്ട അള്ളാഹുവേ എന്ന് ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു തആല നെറ്റിത്തടത്തിലെ ഹഖീഖത്ത് മുഹമ്മദിയത്തിന്റെ നൂറാനിയത്ത് എടുത്തിട്ട് ചൂണ്ടുവിരലിലേക്ക് കൊടുത്തു. ആ നൂറാനിയത്തങ്ങ് കണ്ടപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് വല്ലാത്ത ഒരു പ്രത്യേകമായ ഒരവസ്ഥ, ഒരു ഹുബിന്റെ ഒരവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം എത്തിയിട്ട് ആ ചൂണ്ടുവിരൽ ഇങ്ങനെ
ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് ആദം നബി പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു കർമ്മമാണ് നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തും. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ ആവേശഭരിതനായി കൊണ്ട് ഉയർത്തിയ ആ ഒരു കർമ്മത്തിന്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ എന്ത് ചെയ്യുന്നത്? ചൂണ്ടുവിരൽ ഉയർത്തുന്നത്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ എത്രമാത്രം നമ്മൾ നബിയിലേക്ക് നമ്മൾ ചെല്ലുന്നുവോ അത്രമാത്രം നമ്മിൽ നിന്ന് അകന്നു പോകുകയാണ്. കാരണം നമ്മൾ അറിവിന്റെ പരിധി അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ എത്രയോ അള്ളാഹുവിന്റെ പ്രവാചകർ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ ആ ഒരു ഹുബ്ബിലാണ്, നമ്മളെ പ്രത്യേക മക്കാമിലാന്നൊക്കെ. പക്ഷെ അതിലേക്ക് സഞ്ചരിച്ച ആളുകൾ പോലും ആ വിഷയത്തിൽ തോറ്റുപോയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നവരായി നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയാവില് നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒന്നും നമുക്കൊരു ശല്യമാവില്ല. ദുനിയാവിലെ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമാവില്ല. ദുനിയാവിലെ കഷ്ടപ്പാടുകളൊന്നും ഒരു കഷ്ടപ്പാടുകളെ അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് നിസ്കരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, എന്താ നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കുന്നത്? എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്താ നിങ്ങളെ ഇരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അൽ ജൂ, വിശപ്പാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളോളം ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, യാ അബൂ ഹുറൈറ, നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല. ദുന്യാവ് ഇങ്ങനെയാണ്, നമ്മള് ലോകം ആഖിറമാണ്, അള്ളാഹുവിന്റെ ഹളറത്താണ്. അപ്പോ ദുന്യാവിൽ ഒന്നും നമ്മളെ വിഷമിപ്പിക്കാൻ പാടില്ല. ആ ഹഖീഖത്ത് മുഹമ്മദിയത്ത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ അധ്വാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.